ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ചിത്രത്തിലെ പ്രധാന ലക്ഷ്യം. ഇവിടെ ശ്രദ്ധിക്കാം. പിടിച്ചടക്കി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് തള്ളിവിടുക എന്നതായിരുന്നു ഹിറ്റ്ലറിന്റെ വലിയ വിനോദം. നിന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് ഇത് 8ാമത്തെ തവണയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇരിക്കത്തുമില്ല. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അച്ഛാ, ഫ്രണ്ട്സൊക്കെ പറയുന്നത് എൻ്റെ കവർ ഡ്രൈവ് അടിപൊളിയാണെന്നാണ്. മാത്രമല്ല ബൗളിങ്ങിൽ നല്ല സ്വിങ് കിട്ടുന്നുണ്ട്. ട്രയൽസൊക്കെ നടക്കുന്നുണ്ട് IPL-ൻ്റെ. ട്രൈ ചെയ്താൽ ചിലപ്പോൾ. ഞാൻ ചോദിച്ചത് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നാ. അച്ഛാ, അത് ക്രിക്കറ്റ്. നീ M.Tech-ന്റെ എൻട്രൻസ് എഴുതിയായിരുന്നല്ലോ. അച്ഛാ, അത് ഇത്തവണ അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. ഞാൻ അടുത്തവണ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇനി അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. ഇതെങ്ങനെ? വലിയ പറക്കുന്ന കോളേജൊന്നുമല്ല, നിനക്കത് മതി. പഞ്ചാബ് യൂണിവേഴ്സിറ്റി യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത കോളേജാണ് അച്ഛാ. മാത്രമല്ല AICTയുടെ അഫിലിയേഷൻ ഉണ്ടോയെന്നും സംശയമാണ്. അവിടെ ഭയങ്കര അഴിമതിയാണ് അച്ഛാ. അപ്പൊ പോകാൻ ഉദ്ദേശമില്ല. ഞാൻ ഇപ്പോൾ കോളേജ് KSRTCയുടെ IRCTCയുടെ സെർവർ ഡൗൺ ആയിരിക്കും. അതൊന്ന് റെഡി കഴിഞ്ഞാൽ ഞാൻ പഞ്ചാബിൽ പോയിക്കോളാം. അച്ഛൻ വരുന്നുണ്ടോ പഞ്ചാബിൽ? ഇല്ലല്ലേ? അപ്പം പിന്നെ ടിക്കറ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലേ? ഓ അമ്മേ, എൻ്റെ ബാഗ് എവിടെ? എനിക്ക് പഞ്ചാബിൽ പോകണം. പിന്നെ പേടിപ്പിച്ച ഞങ്ങൾ പോകുന്ന എൻ്റെ പട്ടി പോവും. ഫയൽവാനാണ് അത്ര. ഫയൽവാന്മാരൊക്കെ ആൾക്കാരെ പേടിപ്പിക്കുക ചെയ്യും. പഞ്ചാബ് തേങ്ങൾ മൂട്. ഞാൻ അവന്മാരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? എടാ ദാസ, കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകയിലും കോളേജ് ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ അച്ഛൻ പഞ്ചാബിലോട്ട്, അതും ഗുസ്തിക്കാരുടെ സ്വന്തം നാടായ പഞ്ചാബിലോട്ട് പഠിക്കാൻ അയക്കുന്നത്? ഇതിലെന്തോ രഹസ്യ അജണ്ടയുണ്ട് ദാസ. നീ തെറ്റാന്ന് പറഞ്ഞു കുത്തിയെല്ലാം ശരിയായിരിക്കുന്നേ. അല്ലേലും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റേ ശരിയില്ല. വേണ്ടാത്തൊരു വാരിക്ക് ഒരു കൊടുക്കുക, വേണ്ടുന്ന ഒരു പിണ്ണാക്കും കിട്ടുന്നില്ല. പക്ഷെ പഞ്ചാബി പെൺകുട്ടികൾ ബോനെ, അവരുടെ കളറുണ്ടല്ലോ, നല്ല വിളഞ്ഞ ഗോതമ്പ് പശുവും പാലിൽ അരച്ചാൽ കിട്ടുന്ന കളറല്ലേ, ആ കളറാ. ദാസ, നീ കളിക്കല്ലേ. അടുത്ത ആഴ്ച ദേശത്തെ ഡേഞ്ചർ ബോയ്സ് ആയിട്ട് മാച്ച് ഉള്ളതാ. ആ കുഞ്ഞിരാമന്റെ ലേറ്റസ്റ്റ് വെല്ലുവിളി വരെ നമ്മളാ. അതിന്റെ ഇടയിൽ അവന്റെ ഒലക്കലെ M.Tech-ഉം പഞ്ചാബും. എൻ്റെ കയ്യിലെ B.Tech കൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ അവൻ്റെ ഒരു M.Tech. നീ എങ്ങോട്ടും പോകുന്നില്ല. അതാണ് ഈ പോണ്ട. പോണ്ടെന്ന് പറഞ്ഞപ്പോ പോണ്ട. നീ പോണ്ട. പോണ്ടേ? നീ അല്ല, നീ. എന്നെയൊക്കെ KCB-യിലെടുത്തവനെ സമ്മതിക്കണം. പഞ്ചാബ്, നല്ല വിളഞ്ഞ ഗോതമ്പ്, പശുവും പാലിൽ അരച്ച കളർ. ആ കള്ള ചോറ് പോയില്ലേ? പാണ്ടി പാത്തപ്പഴേ തെരിഞ്ഞത്. കേരളവാ? ആ, എങ്ങനെ മനസ്സിലായി? സൊറിഞ്ചപ്പേ പുറിഞ്ച്. ദാസ് പാണ്ടി, മുത്തുപ്പാണ്ടി, ദാസ് ആഞ്ജനേയദാസ്. എല്ലാവരും പോലെ ഉണ്ടല്ലോ. നമ്മുടെ ബ്ലോക്ക് ഏതാ? हाय, इलेक्ट्रॉनिक्स एंड कम्युनिकेशन डिपार्टमेंट में मैंने नहीं पता, आई डोंट नो. தெரியாம காலேஜ்ல பொண்ணு கூட சுத்திட்டு இருக்க. போடா மச்சான், அந்த பொண்ணு அட்ரஸ் சொல்றதுக்காகவே தான் உட்கார்ந்திருக்கா. அவட்ட போய் கேட்கலாம். நைஸ் சிட்டி. ஹாய், யுவர் புல்லட் நைஸ். எலக்ட்ரானிக்ஸ் அண்ட் கம்யூனிகேஷன் டிபார்ட்மெண்ட் வேர்? வே
You know English? Electronics and Communication Department. Where? Go straight. First right, first left, again first right. Dead end will come. Right side G1. Bernoulli's theorem in our mechanical engineering. This is an important Macha, topic to be ഇയാള് discussed പഠിപ്പിക്കുന്നത് ഈ about. പുസ്തകത്തിലില്ലല്ലോ. In fluid dynamics, Bernoulli's principle. What's happening there? Sir, can you once check whether you are having right book in your hand? There may be a chance your kids or maid can change your book. No, because Bernoulli's theorem is not in our telecommunications, sir. Huh? My friend. Hi. You come here. You come. Coming. Dude, I think you guys are in the wrong class. वो कड़ूस डंडा मारने से पहले तुम लोग भाग जाओ. We have to find V3 only, no? Okay, we'll find. Let me see through the tunnel. There is V3. नौटंकी मेरे साथ. Mechanical HOD Professor Babu कौन है? വണ്ടി ക്ലാസ് മാറിപ്പോയി. വാ വാ വാ. ആ പെണ്ണ് നമ്മളെ പറ്റിച്ചതാ. വാ. கேட்கணும் மச்சி, கண்டிப்பா கேட்கணும். அவன் யாரா இருந்தாலும் சரி, எவ்வளவு பெரிய ஆளா இருந்தாலும் சரி, இன்னைக்கு நான் கேட்க போற கேள்வியில அவன் நாக்க புடின்னு சாக போறான். മച്ചാ ഇത് வந்து பாறா மச்சி. പഞ്ചാബാണ്. റൊട്ടി തിന്നുന്നവന്മാരെ നാട്. അവന്മാര് നമ്മളടിച്ച് റൊട്ടിയാക്കി കളയും. വെറുതെ വേണ്ട മച്ചാ. அதுக்கு நான் 3 வேளை சோத்துல உப்பு போடுறேன் தமிழன்டா. அவன் மட்டும் என் கையில கிடைச்சா ஏய் இந்த மனசுல நான் பெரிய பருப்பு நினைப்பா. உங்ககிட்ட கிளாஸ் ரூம் தானே வலிக்கிட்டாங்க. விடுறா மச்சான். லேடி ஸ்டைலுக்கு வலிக்கிட்டாங்க. பஜாரி புறம்பக்கு பேமானி. ஆடுகாளி ஓவர் ஆட்ட ஆடாத. ஒரு மனுஷன் வந்து வலிக்கட்டா கோ லெஃப்ட் கோ ரைட் அண்ட் டெட். மூஞ்சிய பாரு, நல்லா பால்கோவா உருட்டி வச்ச மாதிரி. என்ன கால்ல விழுந்தாலும் ஒண்ணு மாட்டி நீ பேசாம வாயை உடைக்க விடக்கூடாது. साले घर जा कर. क्यों क्या तुम बकवास की किसी मेरे बारे? सॉरी बोल. बहुत सॉरी. छोड़ दो. ஏடா இந்த புல போக்குறா. பொம்பளை ப்ரூஸ்லி இருப்பு புரியடா. நீ வரடா மச்சான். நான் லீவுடா. घर जा. ഞാൻ പറഞ്ഞല്ലേ റൊട്ടി തിന്ന ആൾക്കാരാണ് അടിച്ച റൊട്ടിയാക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ. കണ്ടാ 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 ஸ்டண்ட் மாஸ்டர் பா புரியடா. டேய் வரடா. വണ്ടി വേറെ വഴിയില്ല. தப்புடா, ரொம்ப தப்புடா. ஒரு ஆம்பளை ஒரு பொண்ணு கை நீட்டி அடிச்சுட்டு நல்லா வாழ்ந்ததா சரித்திரமே இல்லை தெரியுமா? കുറച്ച് പുതിയ പിള്ളേർ ചരിത്രം തിരുത്തി കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ പഴയ ചരിത്രവും ഭൂമിശാസ്ത്രവും നമ്മൾ ജസ്റ്റിന് മിസ്സായതാ. അല്ലെങ്കിൽ അവൾ നമ്മളെ ഷെഡ്യൂളിൽ നിലത്തടിച്ചാൽ எப்போ ஒரு பொண்ணு கை நீட்டி அடிக்கலாம்? அவன் சப்பாத்தி சாப்பிட்டா கையை நீட்டிட்டு வாழா. இந்நேரத்துக்கு என் வீட்டில் இருந்ததுன்னா ஃபுல் மீல்ஸை நல்லா கட்டுன்னு கட்டிட்டு ஆட்டுக்கால் சூப்பை உரின்னு உறிஞ்சிருப்பேன். ശരിയാ. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ജാനപ്പൻ്റെ മീൻകറിയും ചോറും സൈഡിൽ വെക്കാൻ ഒരു മത്തി ഫ്രൈ, ഒരു പപ്പടം, കുറച്ച് കടുമാങ്ങ അച്ചാർ, வெள்ளைப்பூடு போட்ட அம்மாவோட கருவாட்டு குழம்பு சும்மா அல்லும். എൻ്റെ അമ്മ ഉണ്ടാക്കണ തലശ്ശേരി ചിക്കൻ ബിരിയാണി, திண்டுக்கல் தலப்பா கட்டி பிரியாணி, കോഴിക്കോടൻ അലുവ, திருநெல்வேலி அல்வா,